ചാണൂർ പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി NG ജയരാജ് തെരഞ്ഞെടുക്കപ്പെട്ടു. LDF ധാരണ പ്രകാരം 2.5 വർഷം പൂർത്തിയാക്കിയ CPI പ്രസിഡന്റ് ഗീതാദേവ് രാജിവെച്ച ഒഴിവിലാണ് 15ാം വാർഡംഗവും CPM നേതാവുമായ NG ജയരാജ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വ്യാഴാഴ്ച 11 മണിയോടെയാണ് പഞ്ചായത്ത് ഹാളിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ നടന്നത്. 18 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ അസുഖബാധിതനായി വീട്ടിൽ വിശ്രമിക്കുന്ന 18ാം വാർഡംഗം ഗോപി കുന്നത്ത് പങ്കെടുത്തില്ല. 17 പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ CPI പ്രതിനിധി രാജൻ പുലിയടത്തിന്റെ വോട്ട് അസാധുവായി. CPM, CPI, കോൺഗ്രസ് കക്ഷികൾക്ക് 6 വീതം കക്ഷികളുള്ള പഞ്ചായത്തിൽ ഇതോടെ 10-6 CPM പ്രതിനിധി NG ജയരാജ് വിജയിച്ചു. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇന്നു മുതൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കാം. ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു എളിയ പ്രവർത്തകൻ എന്ന രീതിയിൽ കുറെ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കഴിഞ്ഞ ഭരണസമിതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ പാർട്ടി തീരുമാനം അനുസരിച്ചുകൊണ്ട് LDFന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി വരുന്ന 2.5 വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മറ്റുള്ളവർ സൂചിപ്പിച്ച പോലെ ഒട്ടേറെ പ്രശ്നങ്ങൾ. വോട്ടെടുപ്പിന് മുന്നോടിയായി NG ജയരാജിന്റെ പേര് നസീമ സൈദു നിർദ്ദേശിക്കുകയും KR പ്രജിത്ത് പിന്താങ്ങുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിമിന്റെ പേർ വാർഡംഗം ബഷീർ അഹമ്മദ് നിർദ്ദേശിക്കുകയും രാജീവ് കണ്ടംകുളത്തി പിന്താങ്ങുകയും ചെയ്തു. എറവ് നാലാങ്കല്ല് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് തൊട്ടടുത്ത അയൽക്കാരാണ് ആദ്യമെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. തുടർന്ന് തൃശൂർ ഫയർഫോഴ്സിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളും അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് കണക്കാക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ 5 മണിക്ക് ഓഫീസ് പൂട്ടിപ്പോയിരുന്നു. മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി കിടത്തി ചികിത്സ ഒഴിവാക്കിയിരുന്നു. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന 10 ദിവസത്തേക്കുള്ള മരുന്നുകളടക്കം ആശുപത്രിയിലെ ഫർണിച്ചറുകളും മുഴുവൻ സാധന സാമഗ്രികളും കത്തിനശിച്ചു. ആശുപത്രി ഓഫീസർ ഗീത, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA ആന്റണി, BJP മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വടക്കുമുറി പാണ്ടാരിക്കൽ വനദുർഗ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി രാജു ശാന്തിയുടെ നേതൃത്വത്തിൽ സർവേശ്വരി പൂജ നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. വൈകിട്ട് ദീപാരാധനയും ചുറ്റുവിളക്കും നടന്നു. ആറന്മുള വിമാനത്താവളം വികസനമോ അതോ പൈതൃക ഗ്രാമത്തിന്റെ ശവപ്പറമ്പോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മെയ് 21 മുതൽ 24 വരെ ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബാലൻ പണിക്കശ്ശേരി നയിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ജാഥയ്ക്ക് ഹിന്ദു ഐക്യവേദി തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ സ്വീകരണം നൽകി. RSS ഇരിങ്ങാലക്കുട താലൂക്ക് കാര്യവാഹ് CR രാജേഷ് അധ്യക്ഷത വഹിച്ച സ്വീകരണത്തിൽ പുന്നപ്പള്ളി പ്രജീഷ്, രോഷിദ്, വിവേകാനന്ദ, സന്തോഷ് തോപ്പിൽ എന്നിവർ സംസാരിച്ചു. NS ഉണ്ണിമോൻ, രഘു വിവേകാനന്ദ, ധനുഷ് എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരിടവേള കൂടി.